പറച്ചിൽ മാത്രമേ കരുണയും സഹാനുഭൂതിയും സ്നേഹവും അല്ലെങ്കിൽ സഹോദര്യം ഒക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ നഴ്സുമാർ മനുഷ്യരാണ്, ഇല്ല ഈ ആരോഗ്യ പ്രവർത്തകർ മനുഷ്യന്മാരാണ്. ഇവിടെ ഇരിക്കുന്നവരാരും ഇനി വോട്ട് ചെയ്യത്തില്ല. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഇപ്പോഴും തുടരുകയാണ്. കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ഇന്ന് 4ാം ദിവസത്തിലേക്ക് നഴ്സുമാരുടെ സമരം കടന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്ക് പോലും ആശുപത്രി മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് UNA ആരോപിക്കുന്നത്. ഇന്ന് കാരിത്താസിന്റെ സമരം 4ാം ദിവസത്തേക്കും കടന്നിരിക്കുകയാണ്. കാരണം ഈ നിമിഷം വരെയും ഈ പറഞ്ഞ മാനേജ്മെന്റ് ഒരു ചർച്ചയ്ക്ക് മുതിരുകയോ അല്ലെങ്കിൽ അതിന് മുൻപോട്ട് വരികയോ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു കൃത്യമായിട്ട് തന്നെ നമ്മൾ അറിയിച്ചതാണ്, നമ്മളൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നിമിഷം പോലും അവരൊരു രാഷ്ട്രീയ മനോഭാവം തന്നെയാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ രാഷ്ട്രീയ മനോഭാവം കാണിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്നില്ല. തന്നെയുമല്ല, ഇന്ന് രാവിലെ പറയുകയുണ്ടായി നിങ്ങൾ ഇവിടുന്ന് ഒഴിവായി തരണം എന്ന് വരെ പറയും, അല്ലെങ്കിൽ കോടതി വരെ സമീപിക്കാൻ നോക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കുട്ടികളെ നട റോഡിലേക്ക് ഇറക്കിയിരുത്തി, ഈ പൊരിവേലത്ത് നട റോഡിലേക്ക് ഇറക്കിയിരുത്തുമ്പോഴും ഈ ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഈ പറഞ്ഞ കരുണയും സഹാനുഭൂതി ഒന്നും ഇവരിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമരപന്തലിരിക്കുന്ന കുട്ടികളെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു കുട്ടി അവരെ കൊണ്ട് എഴുതി വെപ്പിക്കുകയാണ്. അതായത് ഇനി മേൽ ഞങ്ങൾ സംഘടനയിൽ കൂടുകയോ സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുകയോ അല്ലെ യൂണിറ്റി ആയിട്ട് ഞങ്ങൾ സംഘടിച്ചുകൊണ്ട് ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുകയോ ചെയ്യില്ല എന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും കാലങ്ങളിൽ അത്രയും കയറിയ കുട്ടികൾ ചൂഷണം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമരം ഇന്ന് 4ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടങ്ങിയ ദിവസം ഏതാണ്ട് 800ഓളം നഴ്സുമാരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത്രയും ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? നമുക്ക് തുടങ്ങിയ ദിവസം ഏകദേശം 800 അല്ല, ഏകദേശം അവരുടെ ഒരു കണക്ക് വെച്ചിട്ടാണ് 800 പറഞ്ഞിരിക്കുന്നത്. 800 അല്ല, 1048ഓളം ആളുകളുണ്ടായിരുന്നു. ഏകദേശം അതിനകത്തുള്ള 250 പേരെ തന്നെ ഇവർ പേടിപ്പിച്ചും പ്രീണിപ്പിച്ചുമാണ് അകത്ത് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഇവരോട് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആക്കും, അതുപോലെ തന്നെ കേരള നഴ്സിംഗ് കൗൺസിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ബ്ലോക്ക് ചെയ്യിക്കും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ ഡേറ്റ ഫ്ലോ അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരും എന്നുള്ള ഭീഷണിയാണ് ഇവർ ഇപ്പോഴും പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന് വലിയ ശക്തമായിട്ടുള്ള സമര മുറകളിലേക്ക് നമ്മൾ കടക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഒരു കോട്ടം ഉണ്ടാകണമെന്നോ ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇവരുടെ ഉള്ളിലെ ഒരു രാഷ്ട്രീയ മനോഭാവം കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ഇപ്പോൾ നമുക്ക് എതിരായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല. മാനേജ്മെന്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നിമിഷം അകത്തേക്ക് കയറാൻ തയ്യാറാണ്. പക്ഷെ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുറന്ന ചർച്ച ഉണ്ടാകുമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിലെ നഴ്സുമാർ 4ാം ദിവസമാണ് ഇപ്പം സമരത്തിലാണ്. ഈ ചൂടത്ത് മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള ഒരേ ഒരു ഇത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 10,000 നഴ്സുമാരെ അവരുടെ കുടുംബങ്ങളെ ഒരു തെരുവിലോട്ട് ഇറക്കിയിരിക്കുകയാണ് ഇവർ. ഞാൻ അവസ്ഥ പറഞ്ഞു, ആ മുകളിൽ ആകാശം താഴെ ഭൂമി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ ഞങ്ങളെ കടത്തി വിടുന്നത് ഇവിടുത്തെ ആരൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മാനേജ്മെൻറ്റിനെ ഞാൻ അംഗീകരിച്ചു, മാനേജ്മെൻറ്റ് ഞങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ള ഉറപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ 4 ദിവസം വെയിലത്തിരുന്ന് അത്രയ്ക്കും തളർന്നിരിക്കുവാണ് നമ്മളിവിടെ. അത്രയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും പിന്തുണ അർപ്പിച്ചുകൊണ്ട് പോലും രംഗത്തെത്തിയില്ല. ഇല്ല, നമ്മളെ എല്ലാവരെയും സമീപിച്ചതാണ്. BJP, LDF, UDF, എനിക്കറിയത്തില്ല, ഇങ്ങനെ അറിയാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ സമീപിച്ചു. ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാനേജ്മെൻറ്റ് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അവരും ഒന്നാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പാവപ്പെട്ട 10,000 നഴ്സുമാർ ഈ തെരുവിലിരിക്കുന്നവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഞാൻ ഈ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരയാന്ന് പറയുന്നത്, എൻ്റെ വോട്ടവകാശത്തെ പൊക്കി പറയുന്നത് എനിക്കറിയത്തില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ ഇരിക്കുന്നവരാരും ഇനി വോട്ട് ചെയ്യത്തില്ല. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾക്ക് എന്തിനാണ് ഇവരൊക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളിവിടെ ഈ 4 ദിവസം തെരുവിലിരുന്നിട്ട് ആർക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ചർച്ചയ്ക്ക് പോലും ഇത്രയും നാളായിട്ട് ഞങ്ങളെ വെറുതെ പോലും ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ 13 വർഷമായിട്ട് കാരിത്താസ് ജോലി ചെയ്തിട്ട് ഒരു ചർച്ച ചെയ്യാൻ നമ്മളെ ഇതിലോട്ട് തള്ളി വിടുകയായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഇവർ മനഃപൂർവ്വം നമ്മളെ പെടുത്തിയതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നു. അതായത് ഇത്രയും കുടുംബമുണ്ട്, ഇവർ പെണ്ണുങ്ങളാണ് ഇരിക്കുന്നത്. എത്രയാണേലും ഫാമിലിയിൽ നിന്നും എല്ലായിടത്തു നിന്നും കുടുംബം കുട്ടികളെ എല്ലാം പ്രഷറും താണ്ടി ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും ഈ 800 പേര് ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ പ്രഷർ ഇവർ മാക്സിമം ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഞങ്ങളെ. അതായത് ഈ സമരത്തെ എങ്ങനെയും ഇവർക്ക് തോൽപ്പിക്കണം. ഒരാൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം അത്രയും ഞാൻ ഇവിടെ തന്നെ കാണും. എന്താണേലും ഈ സമരം വിജയിക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല. ഇവരെക്കാൾ ചെറിയ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നമുക്കറിയാം, ഇവരെക്കാൾ പകുതിയുള്ള നമ്മുടെ പരിമല ഹോസ്പിറ്റൽ, ഇവരെക്കാൾ ബെഡ് സ്ട്രെങ്ത് പകുതിയുള്ളൂ. അവർ പോലും
ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ തയ്യാറാവുകയും ബാബ തിരുമേനി പറയുന്നു അതല്ല അതിൽ കൂടുതൽ നേഴ്സുമാർ അർഹിക്കുന്നു, അതിനുവേണ്ടി ഗവൺമെൻറ് പ്രഷർ ചെയ്യുമെന്നും കൂടെ പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ അവരെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് ഈ ചർച്ചയ്ക്ക് വരാത്തത്, അല്ലാതെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത പശ്ചാത്തലം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്ന ആവശ്യം ആശുപത്രി മാനേജ്മെന്റ് അംഗീകരിക്കാതെ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, അനിശ്ചിതകാല സമരം തുടരും എന്ന് തന്നെയാണ് UNA വ്യക്തമാക്കുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.